സോ ഫ്രണ്ട്സ്, വെൽക്കം ടു എമീസോൺ വേൾഡ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ആ ഒരു ചാപ്റ്റർ നമ്മൾ ബിഗിൻ ചെയ്യാൻ പോവാണ്. സോ ഒരു വീഡിയോയിൽ നമുക്ക് കുറച്ച് തിയറി പോർഷൻസ് ആണ് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ സ്പെഷ്യൽ ഐറ്റംസ് തൊട്ടിട്ടാണ് തുടങ്ങുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പം നമുക്കിവിടെ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സാധാരണ ഈ നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഓർ യു ക്യാൻ ഓൾസോ സേ നോൺ ട്രേഡിംഗ് എൻറ്റിറ്റീസ്. ട്രേഡിംഗ് അല്ല ഇവരുടെ ഉദ്ദേശം, അതായത് ലാഭമല്ല ഇവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവർ എന്തെങ്കിലും ഓർഗനൈസേഷൻ പോലെ ലാഭം അല്ല ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്. സാധാരണ ഒരു ഓർഗനൈസേഷൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. സോ അത് അല്ല ഇവരുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഓർഗനൈസേഷൻസിൻ്റെ കാര്യമാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ റവന്യൂ ഐറ്റംസ് എന്ന് പറയുന്നത് ജനറലി വരുന്നത് ഡൊണേഷൻസ്, എൻട്രൻസ് ഫീസ്, സബ്സ്ക്രിപ്ഷൻസ്, ഗ്രാൻറ്റ്സ് റിസീവ്ഡ്. ഇപ്പോൾ ഇതോടൊക്കെയാണ് അവർ എമൗണ്ട് അവർക്ക് ആ ഒരു ഓർഗനൈസേഷൻ നടത്തി കൊണ്ടുപോകാനായിട്ടുള്ള വരുമാനം കിട്ടുന്നത് ജനറലി ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ്. ഓക്കെ, പിന്നെ അവർക്ക് മേജർലി വരുന്ന എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് കീപ്പ് ഓഫ് ഗ്രൗണ്ട്സ്, ടൂർണമെൻറ്റ് എക്സ്പെൻസ്. ഇവർക്ക് ചില സമയത്ത് ടൂർണമെൻറ്റൊക്കെ ഇവർ തന്നെ കണ്ടക്ട് ചെയ്യും. സോ അതിന് വേണ്ടിയിട്ട് ഉള്ള എക്സ്പെൻസസ് ഒക്കെ പറയുന്ന എമൗണ്ടിൽ നിന്നാണ്. ഓക്കെ, പ്രൈസസ്, അതുപോലെ പ്രൈസസ് കൊടുക്കേണ്ടി വരും, പ്രൈസ് മണിയൊക്കെ കൊടുക്കേണ്ടി വരും, അങ്ങനത്തെ അവസരങ്ങൾ അതൊക്കെയാണ്. അതുപോലെ ചില ഈവൻറ്റ്സ് ഇവർ തന്നെ കണ്ടക്ട് ചെയ്യും. സോ അതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട എക്സ്പെൻഡിച്ചർ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഓരോ ഓർഗനൈസേഷൻ എന്തിന് ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും, അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു സംഭവം ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് സം സ്പെഷ്യൽ ഐറ്റംസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. സോ അതിൽ ആദ്യം വരുന്ന ആളെന്ന് പറയുന്നത് എൻട്രൻസ് ഫീസ് ആണ്. എൻട്രൻസ് ഫീസ് എന്താ നമുക്ക് ജസ്റ്റ് വായിച്ച് നോക്കാം. ദീസ് ആർ റിസീവ്ഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ ന്യൂ മെമ്പർ ആൻഡ് ദസ് ആർ വൺ ടൈം ഫീസ്. ഇത് നമുക്ക് ഒരു പുതിയൊരു മെമ്പർ നമ്മുടെ ഈ പറയുന്ന ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ അഡ്മിഷൻ ഫീസ് പോലെ നമ്മൾ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അത് വൺ ടൈം ഫീസാണ്, ഒരിക്കലും മാത്രമേ നമ്മളത് സ്വീകരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വാങ്ങിക്കുന്ന ഫീസാണ് എൻട്രൻസ് ഫീസ്. ദേ ആർ നോൺ റെക്കറിങ് നേച്ചർ, അവർ റിപ്പീറ്റ് ചെയ്യാത്തതാണല്ലോ, അതാണ്. ഇറ്റ് കുഡ് be either capitalized as they are non-recurring or taken as revenue as per the rules of institution. വേണമെങ്കിൽ നമുക്കത് ക്യാപിറ്റലൈസ് ചെയ്യാം, കാരണം അത് നമുക്കത് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ, വൺ ടൈം ഫീസ് അല്ലേ. അല്ലെങ്കിൽ നമുക്കത് റവന്യൂ ആയിട്ട് തന്നെ നമുക്കത് കൺസിഡർ ചെയ്യാം. അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ഓരോ പോളിസികളാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അവരുടെ ബേസിസിലാണ് ഇത് ഉണ്ടാവുന്നത്. ക്യാപിറ്റലാണോ റവന്യൂ ആണോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. ദർ ഇസ് എ വ്യൂ ദാറ്റ് അഡീഷൻ ഓഫ് എ മെമ്പർ ഈസ് ആസ് ആൻ ഓൺഗോയിങ് ആക്ടിവിറ്റി ആൻഡ് ദാസ് എവറി ഇയർ ദി ഇൻസ്റ്റിറ്റ്യൂട്ട് വിൽ ഗെറ്റ് എൻട്രൻസ് ഫീസ്. അപ്പോൾ ചിലവർ ഇപ്പോൾ ഈ റവന്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് വിചാരിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എൻട്രൻസ് ഫീസ് ഈ പറയുന്ന ഈ ഓർഗനൈസേഷനിലേക്ക് എല്ലാ വർഷവും മെമ്പേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് വരും. അങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ യെസ് ദേ ക്യാൻ റവന്യൂ ആയിട്ട് അവർക്ക് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ മേജർലി വൺ ടൈം ഫീസ് ആണല്ലോ ഈ സംഭവം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്യാപിറ്റലായിട്ട് നമുക്കത് കൺസിഡർ ചെയ്യാമെന്നാണ് പറയുന്നത്. സോ ഇറ്റ് മേ ബി ടേക്കൻ ആസ് എ നോർമൽ റവന്യൂ റെസിപ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു അസംഷൻ പോലെ അല്ലെങ്കിൽ ഈ ഒരു വ്യൂ പോയിൻ്റ് ഉള്ളതുകൊണ്ട് അതായത് എല്ലാ വർഷവും മെമ്പേഴ്സ് വരാണ്, അങ്ങനെയെങ്കിൽ ഇത് റിപ്പീറ്റിംഗ് ആയില്ലോ. എല്ലാ വർഷവും പുതിയ മെമ്പർ വരികയാണെങ്കിൽ അത് റിപ്പീറ്റിംഗ് ആയില്ല, എൻട്രൻസ് ഫീസ് കിട്ടിക്കൊണ്ടേയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്കത് സാധാരണ റവന്യൂ റെസിപ്റ്റ് പോലെ കാണിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് എൻട്രൻസ് ഫീസ്. രണ്ടാമത്തെ ഡൊണേഷൻ ആണ്. ദിസ് കുഡ് ബി യൂസ്ഡ് ഫോർ മീറ്റിംഗ് ക്യാപിറ്റൽ റവന്യൂ എക്സ്പെൻസ്. അപ്പോൾ ഈ ഡൊണേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഭവം നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇഫ് ഡൊണേഷൻസ് ആർ റിസീവ്ഡ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ് ദി എമൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ടു എ ഫണ്ട് ഫ്രം വിച്ച് ദി എമൗണ്ട്സ് ആർ ഡിസ്ബേഴ്സ്ഡ്. അപ്പോൾ നമുക്കൊരു പ്രത്യേക ഡൊണേഷൻ കിട്ടി. ഈ ഡൊണേഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ഡൊണേഷൻ തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ആ ഡൊണേഷൻ ഒരു സ്പെഷ്യൽ ഫണ്ടിലേക്ക് മാറ്റണം. എന്നിട്ട് നമുക്ക് ആ ഒരു കാര്യം വരുമ്പോൾ ആ സ്പെഷ്യൽ ഫണ്ടിൽ നിന്നും നമുക്ക് എടുക്കാം എന്നാണ് പറയുന്നത്. ദ ഫണ്ട് മേ ബി ഇൻവെസ്റ്റഡ് ഇൻ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ്. അപ്പോൾ ആ ഒരു എമൗണ്ട് ചിലപ്പോൾ അവർ ചില സെക്യൂരിറ്റീസിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. സോ നമുക്ക് എമൗണ്ട് ഇരട്ടിക്കുമല്ലോ. സോ ഇൻകം ഫ്രം സച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇസ് ക്രെഡിറ്റഡ് ടു ദി ഫണ്ട് അക്കൗണ്ട് ഓൺലി. അപ്പോൾ നമുക്ക് ആ ഡൊണേഷൻ കിട്ടിയിട്ട് ആ ഡൊണേഷൻ തരുന്നത് ഒരു പ്രത്യേക കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ്, പ്രത്യേക കാര്യം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ആ ഒരു സ്പെഷ്യൽ ഫണ്ടിലേക്ക് ആ ഒരു എമൗണ്ട് മാറ്റുന്നു. വേണമെങ്കിൽ നമ്മളത് സെക്യൂരിറ്റീസിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. സോ അത് ഇരട്ടിയാവുമല്ലോ ആ എമൗണ്ട്. ആ ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടിയിൽ നിന്നുള്ള ഇൻകം കിട്ടില്ല, ഇൻട്രസ്റ്റ് ഇൻകം കിട്ടുമല്ലോ. ആ ഇൻട്രസ്റ്റ് ഇൻകവും നമ്മൾ ഈ പറയുന്ന സ്പെഷ്യൽ ഫണ്ടിലേക്ക് അല്ലെങ്കിൽ സ്പെഷ്യൽ അക്കൗണ്ടിലേക്കായിരിക്കും നമ്മൾ മാറ്റുന്നത്. സ്മോൾ ഡൊണേഷൻ എമൗണ്ട് വിച്ച് ആർ നോട്ട് ഇയർമാർക്ഡ് ഫോർ എനി സ്പെസിഫിക് പർപ്പസ് മേ ബി ട്രീറ്റഡ് ആസ് റവന്യൂ റെസിപ്റ്റ്സ്. അപ്പം ചെറിയ ചെറിയ ഡൊണേഷൻ എമൗണ്ടുകളുണ്ടാകും, അത് ഇങ്ങനെ പ്രത്യേക സ്പെസിഫിക് പേർപ്പസിനൊന്നുമല്ല, അതും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് നമ്മൾ റവന്യൂ റെസിപ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ ലെഗസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അപ്പോൾ ലെഗസിയുടെ മീനിങ് ഒക്കെ ഞാൻ പോയിട്ട് തപ്പിയപ്പോൾ മരണശാസനത്തിലൂടെ ലഭിക്കുന്ന സ്വത്ത് എന്നൊക്കെയാണ് പറയുന്നത്. ഏകദേശം അതൊക്കെ തന്നെയാണ് സംഭവം. പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന സംഭവമാണ് ഈ ലെഗസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മെനി ട്രസ്റ്റ് ആർ ഫോംഡ് ഇൻ ദ മെമ്മറി ഓഫ് സർട്ടൻ പേഴ്സൺസ് ബൈ ദിയർ വിൽ. അപ്പോൾ ചില ആളുകളുടെ വില്ല് പ്രകാരം അവരുടെ മരണസമയത്തൊക്കെ അവരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതായത് അവരുടെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ട്രസ്റ്റ് ഫോം ചെയ്യുന്നു. ഇൻ സച്ച് കേസ് ആഫ്റ്റർ ദി ഡിമൈസ് ഓഫ് ദാറ്റ് പേഴ്സൺ, അപ്പോൾ ആ ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം ദ ഫണ്ട്സ് പാസ് ഓൺ ടു ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ സ്വത്തുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് പാസ് ചെയ്യപ്പെടുന്നത്. സച്ച് ലെഗസീസ് ആർ ഓഫ് കോഴ്സ് വൺ ടൈം ആൻഡ് ദാർഫോർ ഷുഡ് ബി ടേക്കൺ ടു ദി ക്യാപിറ്റൽ ഫണ്ട്. അപ്പോൾ ഈ ലെഗസി എന്നൊക്കെ പറഞ്ഞ സംഭവം വളരെ റെയർ ആണ് അല്ലേ, റിപ്പീറ്റ് ചെയ്യാത്തൊരു കാര്യമാണ്, വൺ ടൈം ആണ്. അതുകൊണ്ട് തന്നെ നമ്മളത് ക്യാപിറ്റൽ ഫണ്ടായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അടുത്തത് എൻഡോമെൻറ്റ്സ് ആണ്. സംടൈംസ് ഡൊണേഷൻസ് ആർ ഓൾസോ ഇൻ ദ ഫോം ഓഫ് എൻഡോമെൻറ്റ്സ് ടു ബി യൂസ്ഡ് ആസ് പെർ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദി ഡോണർ. അപ്പോൾ ചില സമയത്ത് ഡൊണേഷൻസും നമ്മൾ എൻഡോമെൻറ്റ്സിൻ്റെ ഫോമിൽ, അതായത് ആ പറയുന്ന ഡോണർ എന്ന് പറഞ്ഞാൽ ആരാണ് ഈ പറയുന്ന എമൗണ്ട് തരുന്നത്, ആ വ്യക്തിയുടെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം നമ്മൾ പ്രത്യേക കാര്യത്തിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പാടൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ റിസീപ്റ്റ് ആയിട്ടാണ്. പിന്നെ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, അപ്പോൾ ഇവിടെ നിന്ന് ശ്രദ്ധിക്കണേ, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് ദീസ് കുഡ് ബി ടേക്കൻ ആസ് ക്യാപിറ്റൽ റിസീപ്റ്റ്സ്. ക്യാപിറ്റൽ റിസീപ്റ്റ്സ് ആയിട്ട് നമുക്ക് എടുക്കാം. ആൻഡ് എവറി ഇയർ എ ചാർജ് ഇസ് ഡെബിറ്റഡ് ബേസ്ഡ് ഓൺ സം ലോജിക്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, നമ്മൾ ഡെഫേർഡ് റെസിപ്റ്റ് ആയിട്ടാണ് ഈ പറയുന്ന ലൈഫ് മെമ്പർഷിപ്പിനെ കണക്കാക്കുന്നത്. ഓക്കെ, അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഡെഫേർഡ് റെസിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ലൈബിലിറ്റി സൈഡിൽ കാണിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ എത്ര വർഷത്തേക്കാണ് എന്നെങ്കിൽ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് ഇപ്പോൾ എത്ര വർഷത്തേക്കാണെങ്കിൽ നമ്മൾ അത്രയും വർഷത്തേക്ക് നമ്മൾ ഇപ്പോൾ ലെറ്റ്സ് സേ 1 lakh rupees എന്ന് വിചാരിക്കുക. 1 lakh rupees എന്ന് പറയുന്നത് 10 yearsനാണെങ്കിൽ 10 yearsലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ നമ്മൾ 10 yearsലേക്കാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സോ 1 lakh ഡിവൈഡ് ബൈ 10,000 അല്ലേ, 10,000 നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം എല്ലാ വർഷവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബാലൻസ് ഷീറ്റിൽ ഇപ്പോൾ 1 lakh കാണിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഡെഫിറ്റ് റെസിപ്റ്റായിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നു. അതുപോലെ തന്നെ ഓരോ വർഷവും നമ്മൾ ഒരു സ്പെസിഫിക് എമൗണ്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് മാറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ പറയണ മെഷീനറി അക്കൗണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, മെഷീനറിക്ക് നമ്മൾ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യില്ലേ അല്ലേ. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിൽ മെഷീനറി കാണിച്ചിട്ടുണ്ട്, നമ്മൾ ഓരോ വർഷം ഡിപ്രിസിയേഷൻ കുറയ്ക്കുമ്പോൾ ആ കുറച്ച് കഴിഞ്ഞിട്ടുള്ള ബാക്കി എമൗണ്ടാണ് പിന്നെ മെഷീനറി എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുക. അതേപോലെ തന്നെയാണ് ഈ സംഭവം. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫേർഡ് റെസിപ്റ്റ് ലൈബിലിറ്റി നേച്ചറാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റൻ ഉണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി സബ്സ്ക്രിപ്ഷൻസ്, ദീസ് ആർ ആനുവൽ റെസിപ്റ്റ്സ്. ഇതാണ് മെയിൻ സാധനം. ഓക്കെ, ആനുവൽ റെസിപ്റ്റ്സ് ആണ്, വാർഷികമായിട്ട് നമുക്ക് കിട്ടും. ആൻഡ് ദാർഫോർ ടേക്കൻ ആസ് റവന്യൂ റെസിപ്റ്റ്സ് ആണ്. ഇത് റവന്യൂ റെസിപ്റ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ദീസ് മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ് ആസ് റവന്യൂ ഓൺ ദ അക്രൂവൽ കോൺസെപ്റ്റ്. അപ്പോൾ നമ്മളിത് അക്രൂവൽ കോൺസെപ്റ്റ് നമുക്ക് കയ്യിൽ ഒറിജിനലായിട്ട് കിട്ടാണ്, നമ്മൾ അക്രൂവൽ കിട്ടാനുള്ളത് നമ്മൾ അക്രൂവൽ കോൺസെപ്റ്റ് പോലെ നമ്മളത് റെക്കഗ്നൈസ് ചെയ്യും, റവന്യൂ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സബ്സ്ക്രിപ്ഷൻസ്. Now we are going to see what all kind of financial statement does a non-profit organization prepare. ഒരു നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ആരാണ്? റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ എന്താണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ദിസ് ഇസ് സിമിലർ ടു ക്യാഷ് ബുക്ക് പോലെയാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? എൻട്രീസ് ആർ മെയ്ഡ് ഓൺ ക്യാഷ് ബേസിസ് ആൻഡ് ഐറ്റംസ് റിട്ടേണിംഗ് ടു പ്രീവിയസ് ഇയർ ഓർ കറൻറ്റ് ഇയർ ഓർ സബ്സിക്വൻറ്റ് ഇയേഴ്സ് ആർ ഓൾസോ റെക്കോർഡഡ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇതിന് ക്യാഷ് ബുക്കായിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ടെന്ന് പറയുന്നത്? കാരണം ക്യാഷ് ബേസിസിൽ എന്തെങ്കിലും ഡയലാണ് നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. അതിപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ആയിട്ടാണെങ്കിലും മിക്കൊല്ലത്തെ ആയിട്ടാണെങ്കിലും ഇനി വരാൻ പോകുന്ന കൊല്ലത്തെ ആയിട്ടാണെങ്കിലും അതൊക്കെ നമ്മൾ ഈ പറയുന്ന റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. റിസിപ്റ്റ് ആർ ഓൾസോ ഷോൺ ഓൺ ഡെബിറ്റ് സൈഡ് റിസിപ്റ്റ്സ് ആർ ഷോൺ ഓൺ ഡെബിറ്റ് സൈഡ് ആൻഡ് പേയ്മെൻറ്റ്സ് ആർ ഷോൺ ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡിൽ റിസിപ്റ്റ് ആണ് കാണിക്കുക, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ പേയ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ക്യാപിറ്റൽ ആസ് വെൽ ആസ് റവന്യൂ ഐറ്റംസ് ആർ എൻറ്റേർഡ് ഇൻ ദ റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. നമ്മൾ ക്യാപിറ്റലും അതുപോലെ റവന്യൂ രണ്ട് ഐറ്റംസും ക്യാപിറ്റൽ നേച്ചർ ആണെങ്കിലും റവന്യൂ നേച്ചർ ആണെങ്കിലും നമ്മൾ ഈ പറയുന്ന റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനുള്ളിൽ കാണിക്കും. ദിസ് അക്കൗണ്ട് ഈസ് റിയൽ അക്കൗണ്ട് ഇൻ നേച്ചർ. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് റിയൽ അക്കൗണ്ട് ആണ്, ഇതിൻ്റെ നേച്ചർ റിയൽ അക്കൗണ്ട് നേച്ചറാണ്. നോ പ്രൊവിഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദിസ് അക്കൗണ്ട്. ഈ ഒരു അക്കൗണ്ടിൽ നമ്മൾ ഒരു പ്രൊവിഷൻസും റെക്കോർഡ് ചെയ്യില്ല. The account has an opening and a closing balance which is reflected as an asset in the balance sheet. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിന് എന്താ ഉണ്ടാവാറ്? സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. ഓക്കെ, ഇനി വരാൻ പോകുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആണ്. ഇപ്പോൾ ഇവിടെ ലാസ്റ്റ് വരുന്ന ആ ഒരു ബാലൻസിന് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ,
അത് അക്കൗണ്ട് ആസ് എൻ ഓപ്പണിംഗ് ബാലൻസും ഉണ്ട്, ക്ലോസിംഗ് ബാലൻസും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് എന്ന രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണ്. ഇറ്റ് ഈസ് എൻ അക്കൗണ്ട് വിച്ച് കണ്ടെയ്ൻസ് ഓൾ ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻസ് മെയ്ഡ് ബൈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഡ്യൂറിങ് എ പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ. എല്ലാ ക്യാഷും ബാങ്ക് ട്രാൻസാക്ഷൻസും ഈ പറയുന്ന റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടാണ് നമ്മൾ ബിഗിൻ ചെയ്യുക, ഒന്നെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്. ഓൾ ക്യാഷ് റെസിപ്റ്റ്സ് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഡ്യൂറിങ് ദ പീരീഡ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ക്യാപിറ്റൽ ആയാലും റവന്യൂ ആയാലും നമ്മൾ രണ്ട് നേച്ചറുള്ള കാര്യങ്ങളും നമ്മൾ ഈ പറയുന്ന റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കൺസിഡർ ചെയ്യും. പിന്നെ പേയ്മെൻ്റ് ആയാലും നമ്മൾ ക്യാപിറ്റൽ ആണെങ്കിലും റവന്യൂ ആണെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യും. പിന്നെ ഇത് എൻഡ് ചെയ്യുന്നത് ഒരു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് വെച്ചിട്ടാണ്, ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത്. പിന്നെ വൈൽ റെക്കോർഡിംഗ് ദ ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻസ് ഓൾ എൻട്രീസ് ആർ മെയ്ഡ് ഓൺ ക്യാഷ് ബേസിസ്. ഇവിടെ ക്യാഷ് ബേസിസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ. ഓക്കെ, എന്നാൽ നേരെ മറിച്ച് നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ സബ്സ്ക്രിപ്ഷൻസ് നമ്മൾ അക്രൂവൽ കോൺസെപ്റ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ അക്രൂവൽ കോൺസെപ്റ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു സബ്സ്ക്രിപ്ഷൻ നമ്മളപ്പോൾ ഇവിടെ കാണിക്കോ? ഇല്ല. അക്രൂവൽ ആണെങ്കിൽ നമ്മളത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലൊക്കെ കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്യാഷ് ബേസിസിലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ പറയുന്ന റവന്യൂ ആൻഡ് റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ കാണിക്കാനായിട്ട് പാടുള്ളൂ. ഇത് ക്യാഷ് ബുക്കിൻ്റെ ഒരു സമ്മറിയാണ്, അതുപോലെ ഇതൊരു റിയൽ അക്കൗണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസിലൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് അടുത്ത ആളാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് പോലത്തെ ഒരു സംഭവമാണ്. അതിൻ്റെ പ്രിൻസിപ്പൾസ് പോലൊക്കെ തന്നെയാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ നമ്മൾ റവന്യൂ ഐറ്റംസ് മാത്രമേ ഇതിനുള്ളിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. അതാണ് ഇവരുടെ പ്രത്യേകത. നേരെ മറിച്ച് റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിലോ റവന്യൂവും ക്യാപിറ്റലും നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. ഇവിടെയാണെങ്കിൽ നമ്മൾ റവന്യൂ ഐറ്റംസ് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. അതേപോലെ ഇൻകംസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ക്രെഡിറ്റ് സൈഡിലും എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യുന്നത് ഡെബിറ്റ് സൈഡിലുമാണ്. ഇൻകം ആയാലും എക്സ്പെൻസ് ആയാലും നമുക്ക് അക്രൂവൽ കോൺസെപ്റ്റ് ബേസിസിൽ നമുക്ക് എടുക്കാം. ഓക്കെ, നോക്കൂ, ബോത്ത് ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ് മസ്റ്റ് ബി ടേക്കൺ ഓൺ ദ ബേസിസ് ഓഫ് അക്രൂവൽ കോൺസെപ്റ്റ്. പിന്നെ പറയുന്നത് ദിസ് അക്കൗണ്ട് ഷുഡ് റിഫ്ലക്ട് ഓൺലി ഐറ്റംസ് ദാറ്റ് ആർ പെർട്ടേണിംഗ് ടു കറണ്ട് ഇയർ. അതാണ് അടുത്തൊരു വ്യത്യാസം. അതായത് റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കൊല്ലത്തെയും ഇക്കൊല്ലത്തെയും വരാൻ പോകുന്ന കൊല്ലത്തെയൊക്കെ നമുക്ക് എഴുതാം. എന്നാൽ ഇവിടെ നമ്മൾ ആ കറണ്ട് പീരീഡിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടൂ. പിന്നെ പ്രീവിയസ് ആൻഡ് സബ്സിക്വൻറ്റ് ഇയർ ഐറ്റംസ് ആർ ടു ബി എക്സ്ക്ലൂഡഡ്. അപ്പം മുന്നത്തെയും ഇനി വരാൻ പോകുന്ന വർഷത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമ്മളത് എക്സ്ക്ലൂഡ് ചെയ്യണം, ഉൾപ്പെടുത്താൻ പാടില്ല. ദിസ് അക്കൗണ്ട് ഷോസ് ഈതർ എ സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് ലാസ്റ്റ് ബാലൻസ് വരുന്നത് ഇവിടെ ക്ലോസിംഗ് ബാലൻസ് ഒന്നുമല്ല, ഇവിടെ നമ്മൾ രണ്ട് സൈഡ് ടോട്ടൽ ചെയ്ത് നമുക്ക് കിട്ടുന്ന ബാലൻസ് ചിലപ്പോൾ സർപ്ലസ് ആയിരിക്കാം. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പ്രോഫിറ്റ് വരുന്നത് പോലെ സർപ്ലസ് ആയിരിക്കാം, അല്ലെങ്കിൽ ലോസ് ആയിരിക്കാം. അപ്പോൾ ഇവിടെ ലോസിന് പകരം ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് യൂസ് ചെയ്യുന്നത്. എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ സർപ്ലസ് എന്ന് പറയുന്നത്. അതായത് എക്സ്പെൻഡിച്ചറിനേക്കാളും കൂടുതൽ ഇൻകമാണ് നിൽക്കുന്നതെങ്കിൽ ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ സർപ്ലസ് എന്ന് പറയുക. ഇനി ഇൻകത്തേക്കാളും കൂടുതൽ എക്സ്പെൻഡിച്ചറാണ് നിൽക്കുന്നതെങ്കിൽ ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒന്നുകൂടി വായിച്ചു പോകാം. ഇതൊരു നോമിനൽ അക്കൗണ്ടാണ്, നോമിനൽ അക്കൗണ്ടിൻ്റെ നേച്ചറാണ്, മറ്റേത് റിയൽ അക്കൗണ്ടിൻ്റെ നേച്ചറാണ്. പിന്നെ ഇവിടെ റവന്യൂ നേച്ചറായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കിവിടെ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ നമ്മൾ അക്രൂവൽ ബേസിസിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇവിടെ ക്യാപിറ്റൽ ഇൻകമോ എക്സ്പെൻഡിച്ചറോ നമ്മൾ കൺസിഡർ ചെയ്യില്ല, റവന്യൂ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. പിന്നെ അതാത് വർഷങ്ങളുടെ ഇൻകവും എക്സ്പെൻസസുകളും മാത്രമേ നമ്മളോട് കൺസിഡർ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ കഴിഞ്ഞ വർഷത്തെയും ഇനി വരാൻ പോകുന്ന വർഷത്തെ എമൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മളത് എന്ത് ചെയ്യണം, അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇക്കൊല്ലത്തിൻ്റെ മാത്രമായിട്ട് കിട്ടണം. എന്നിട്ട് അങ്ങനെ കിട്ടുന്ന എമൗണ്ടാണ് ഈ പറയുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ എഴുതുന്നത്. അടുത്തത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ഈസ് ക്രെഡിറ്റഡ്. ഓക്കെ, നമുക്ക് അസറ്റ് വിറ്റിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മളത് ക്രെഡിറ്റ് ചെയ്യും. ഇനിയിപ്പോൾ അസറ്റ് വിറ്റിട്ട് നമുക്ക് നഷ്ടമാണ് വരുന്നതെങ്കിൽ അത് നമ്മൾ ഡെബിറ്റ് ചെയ്തും കാണിക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ കാണിക്കാറില്ലേ, അതുപോലെ തന്നെ. പിന്നെ ആനുവൽ ഡിപ്രീസിയേഷൻ ഓൺ അസറ്റ് ഈസ് ഓൾസോ ബി ഡെബിറ്റഡ്. നമ്മൾ അസറ്റ്സിൻ്റെ മേലെ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യുമല്ലോ, അതും നമുക്ക് ഡെബിറ്റ് ചെയ്ത് കാണിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇഫ് ഇൻകം ഈസ് മോർ ദാൻ എക്സ്പെൻഡിച്ചർ, നേരത്തെ പറഞ്ഞതാണ് എക്സ്പെൻഡിച്ചറിനേക്കാളും കൂടുതലാണ് ഇൻകം എങ്കിൽ നമ്മൾ അതിനെ സർപ്ലസ് എന്ന് വിളിക്കും. ആ ഒരു എമൗണ്ട്, ആ സർപ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യുന്നത്, ജനറൽ ഫണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടെ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യണേ. എന്നിട്ട് അത് നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് ഈ പറയുന്ന ക്യാപിറ്റൽ അല്ലെങ്കിൽ ജനറൽ ഫണ്ടിനോട് കൂടെ നമ്മൾ ഈ സർപ്ലസ് ആഡ് ചെയ്യുന്നു പറഞ്ഞില്ലേ, അത് നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ സാധാരണ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്തിട്ട് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് വന്നു, ഈ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ലേ. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ക്യാപിറ്റലിന് കൂടെ ആഡ് ചെയ്യും, ഇനി ലോസ് ആണെങ്കിൽ ക്യാപിറ്റലിന് കൂടെ നമ്മൾ ലെസ് ചെയ്യും. അതുപോലെ തന്നെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ജനറൽ ഫണ്ടിനോട് കൂടെ നമ്മൾ സർപ്ലസ് ആഡ് ആണ് ചെയ്യുന്നത്.
ഓക്കെ, ഇനിയിപ്പോൾ എക്സ്പെൻഡിച്ചറാണ് ഇൻകത്തെക്കാളും കൂടുതൽ വരുന്നതെങ്കിൽ ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഡെഫിസിറ്റ് എന്ന് പറയുന്നു. ഈ ഡെഫിസിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ക്യാപിറ്റൽ അല്ലെങ്കിൽ ജനറൽ ഫണ്ടിൽ നിന്നും കുറച്ച് കാണിക്കുന്നു, ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുന്നു, ലോസ് കാണിക്കുന്ന പോലെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ബാലൻസ് ഷീറ്റിൽ. ഓക്കെ, അങ്ങനെ. ഇനി അടുത്ത് വരുന്ന ആളാണ് ബാലൻസ് ഷീറ്റ്. It is prepared as on the last date of the accounting period. It also has assets and liabilities and prepared based on accounting equation. അപ്പോൾ ഇത് നമ്മൾ അക്കൗണ്ടിങ് പീരീഡിൻ്റെ ലാസ്റ്റ് ഡേ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അസറ്റ് ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്. അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ ബേസിസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് ഇല്ല ഇതിൽ, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇൻസ്റ്റഡ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന പേരാണ് എന്ത്, ക്യാപിറ്റൽ ഫണ്ട്. അതല്ല നേരത്തെ ഞാൻ പറഞ്ഞത്, ക്യാപിറ്റൽ ഫണ്ട് എന്നുള്ള ടേമാണ് യൂസ് ചെയ്യുന്നത്, ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലാന്ന്. ദ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഫ്രം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇസ് അഡ്ജസ്റ്റഡ് എഗെയിൻസ്റ്റ് ദിസ് ക്യാപിറ്റൽ ഫണ്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നമുക്ക് കിട്ടുന്ന സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ഈ പറയുന്ന ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടിയാണ് നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തില്ല, അത് തന്നെ. ഇനി റവന്യൂ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഒരു പ്രൊഫോമ പോലെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ ബിഗിൻ ചെയ്യുന്നു. അതിനുശേഷം എല്ലാ റിസിപ്റ്റ്സും ക്യാപിറ്റൽ ആയാലും റവന്യൂ ആയാലും നമ്മൾ ഇവിടെയാണ് കാണിക്കുക. എല്ലാ പേയ്മെൻറ്റ്സും ക്യാപിറ്റൽ ആയാലും റവന്യൂ ആയാലും നമ്മൾ ഇവിടെയാണ് കാണിക്കുക. പിന്നെ മേ ബി റിലേറ്റഡ്, ചിലപ്പോൾ ഈ പറയുന്ന റിസിപ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലത്തെ ആയിരിക്കാം, ഇനി വരാൻ പോകുന്ന കൊല്ലത്തൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ കൊല്ലത്തൊക്കെ ആയിരിക്കാം. അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യും. അത് തന്നെ ഇവിടെയും പറയുന്നത്. ഓക്കെ, അതിനുശേഷം ക്ലോസിംഗ് ബാലൻസിൽ എൻഡ് ചെയ്യുന്നു, എൻഡ്സ് വിത്ത് ക്ലോസിംഗ് ബാലൻസ്. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ റവന്യൂ എക്സ്പെൻസസുകളും റവന്യൂ റിസീപ്റ്റ്സുകളും മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൽ റെസിപ്റ്റ് ഇവിടെയാണ് വന്നത്, പേയ്മെൻറ്റ് ഇവിടെയാണ്. ഇവിടെ നോക്കുമ്പോൾ എക്സ്പെൻസ് ഇവിടെയും ഇൻകം ഇവിടെയാണ്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഒരു എക്സാമിന് എനിക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് എന്തോ വരച്ചു തോന്നുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ ഇങ്ങനെ നേരെ വരച്ച് പോകാമല്ലോ. ഫൈൻ, ഓക്കെ. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ് കേട്ടോ ഇത്. അപ്പോൾ റവന്യൂ റെസിപ്റ്റ്സ് ഇവിടെ കാണിക്കുന്നു, എക്സ്പെൻസ് ഇവിടെ കാണിക്കുന്നു. പിന്നെ കറണ്ട് പീരീഡിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കാണിക്കാൻ പാടുള്ളൂ കേട്ടോ. കറണ്ട് പീരീഡിൻ്റെ കാര്യങ്ങൾ, അതായത് ആ ഒരു വർഷത്തിൻ്റെ കാര്യങ്ങൾ മാത്രം. അപ്പോൾ നമ്മൾ 2012 അല്ലെങ്കിൽ 2024 എന്ന് പറഞ്ഞിട്ടുള്ള വർഷത്തിൻ്റെ കാര്യങ്ങളാണെങ്കിൽ ആ കാര്യങ്ങൾ മാത്രമേ നമ്മൾ കാണിക്കാൻ പാടുള്ളൂ. കഴിഞ്ഞ കൊല്ലത്തെയോ ഇനി വരാൻ പോകുന്ന 2025 കാര്യങ്ങളൊന്നും ഇവിടെ കാണിക്കാൻ പാടില്ല. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൽ അങ്ങനെയല്ല. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൽ നമുക്ക് എന്തും കാണിക്കാം. ഓക്കെ, അടുത്തത് ഇവിടെ നമുക്ക് ടോട്ടൽ ചെയ്തിട്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ സർപ്ലസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. പിന്നെ ഇവിടെ റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൻ്റെയും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെയും ഡിഫറൻസുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു പോകാൻ, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, അതിൻ്റെ ഒരു സമ്മറിയാണ് ഈ പറയുന്ന സംഭവം. ഇത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ നിൽക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളാം. അടുത്തത് ഫണ്ട് അസറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഇറ്റ്സ് സ്പെക്യുലാരിറ്റീസ്. ഒരു എക്സ്ട്രാ ഫണ്ടിൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഫോളോയിങ് ആർ ദി കോൺസെപ്റ്റ്സ് ഓഫ് സം ഫണ്ട്സ് വിച്ച് ആർ ജനറലി മെയിൻറ്റെയിൻഡ് ബൈ ഓർഗനൈസേഷൻസ്. അപ്പോൾ താഴെ കാണുന്ന ഫണ്ടുകൾ സാധാരണ ഓർഗനൈസേഷൻസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫണ്ടുകളാണ്. അപ്പോൾ അവരുടെ കോൺസെപ്റ്റുകളാണ് താഴെ പറയുന്നതെന്നാണ് പറയുന്നത്. ക്യാപിറ്റൽ ഫണ്ടിനെ നമ്മൾ ജനറൽ ഫണ്ട് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ഫണ്ട് എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ആക്ച്വലി ദ ക്യാപിറ്റൽ ഓഫ് എ നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ക്യാപിറ്റൽ എമൗണ്ട് ഇല്ലേ, നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ കൊണ്ടുവരുന്നൊക്കെ പറയില്ല, ആ ഒരു ക്യാപിറ്റൽ തന്നെയാണ് ഈ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇവിടെ ടേമിൽ ഇച്ചിരി വ്യത്യാസം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെ ജനറൽ ഫണ്ട് എന്ന് വിളിക്കും, അക്യുമുലേറ്റഡ് ഫണ്ട് എന്നൊക്കെ വിളിക്കും. ഇനി ഇറ്റ് മേ ബി ഫൗണ്ട് ഔട്ട് ആസ് ദി എക്സസ് ഓഫ് അസറ്റ്സ് ഓവർ ലയബിലിറ്റീസ്. അല്ലേ, നമ്മൾ ലയബിലിറ്റീസിന് കൂടുതൽ അസറ്റ്സ് ആണെങ്കിൽ ആ ഒരു ബാലൻസ്, ആ ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല, അതിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, യൂഷ്വലി സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഡ്യൂറിങ് എ പീരീഡ് ഈസ് ആഡഡ് വിത്ത് ഓർ ഡിഡക്റ്റഡ് ഫ്രം ഇറ്റ്. നേരത്തെ പറഞ്ഞ പോലെ സർപ്ലസ് ആണെങ്കിൽ നമ്മൾ ഇതിനോട് കൂടെ ആഡ് ചെയ്യും, ഡെഫിസിറ്റ് ആണെങ്കിൽ ഇതിനോട് കൂടെ നമ്മൾ ലെസ് ചെയ്യും. എ പോർഷൻ ഓഫ് ക്യാപിറ്റലൈസ്ഡ് ഇൻകംസ് ലൈക്ക് ഡൊണേഷൻസ് മേ ബി ആഡഡ് വിത്ത് ഇറ്റ്. അപ്പോൾ പിന്നെ ഡൊണേഷൻസ്, ക്യാപിറ്റലൈസ് ചെയ്യപ്പെടുന്ന ചില ഇൻകങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്ന ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അടുത്തത് സ്പെഷ്യൽ ഫണ്ട്. അപ്പോൾ ഈ സ്പെഷ്യൽ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് സ്പെഷ്യൽ ഡൊണേഷനിൽ നിന്നോ അല്ലെങ്കിൽ ഈ സർപ്ലസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് ഉണ്ടാവുമല്ലോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ, എക്സ്ട്രാ വന്നിട്ടുള്ള എമൗണ്ട്, എക്സസ് എമൗണ്ട്, ആ എമൗണ്ടിൻ്റെ ഒരു പോർഷൻ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട്, ഇതിൽ ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ സ്പെഷ്യൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, എ ക്ലബ് മേ ഹാവ് എ ബിൽഡിംഗ് ഫണ്ട്. ഈ ഒരു ക്ലബിന് ചിലപ്പോൾ ബിൽഡിംഗ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫണ്ട് ഉണ്ടാവായിരിക്കാം. അപ്പോൾ ഈ ഫണ്ട് അവർ എന്തിനെ യൂസ് ചെയ്യുക, ഇറ്റ് മേ ബി യൂസ്ഡ് ഫോർ മീറ്റിംഗ് സ്പെസിഫിക് എക്സ്പെൻസസ് ഓർ ഫോർ അക്വയറിങ് ആൻ അസറ്റ്. ചിലപ്പോൾ ആ ഒരു ബിൽഡിങ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്, വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അവരാ പറയുന്ന ബിൽഡിംഗ് ഫണ്ടിൽ നിന്ന് എമൗണ്ട് എടുക്കും. ഓക്കെ, ഇഫ് എനി ഇൻകം ഇസ് ഡിറൈവ്ഡ് ഔട്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് മെയ്ഡ് അഗെയിൻസ്റ്റ് ദിസ് ഫണ്ട് ഓർ ഇഫ് എനി പ്രോഫിറ്റ് ഓർ ലോസ് ഒക്കേഴ്സ് ഡ്യൂ ടു സെയിൽ ഓഫ് സച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സ് സച്ച് ഇൻകം ഓർ പ്രോഫിറ്റ് ഓർ ലോസ് ഇസ് ട്രാൻസ്ഫർ ടു ദിസ് ഫണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഫണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. എന്നിട്ട് ആ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും
ഇൻട്രസ്റ്റും മറ്റ് ഇൻകമൊക്കെ കിട്ടുകയാണെങ്കിൽ അതും നമ്മൾ ഈ സ്പെഷ്യൽ ഫണ്ടിൻ്റെ ഉള്ളിലാണ് കാണിക്കുക. നേരത്തെ അവിടെ മെൻഷൻ ചെയ്തായിരുന്നു, സ്റ്റാർട്ടിങ്ങിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. ഇനി ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ വിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രോഫിറ്റ് വരാം, അല്ലെങ്കിൽ ലോസ് വരാം. ആ കിട്ടുന്ന പ്രോഫിറ്റും അല്ലെങ്കിൽ ആ ലോസ് എന്ന് പറയുന്നത് ഈ സ്പെഷ്യൽ ഫണ്ടിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, എടുക്കുക. ആ പ്രോഫിറ്റ് നമ്മൾ സ്പെഷ്യൽ ഫണ്ടിനോട് ആഡ് ചെയ്യും, ലോസ് ആണെങ്കിൽ സ്പെഷ്യൽ ഫണ്ടിൽ നിന്ന് നമ്മളത് എടുക്കും. ഓക്കെ, അപ്പം അങ്ങനെയാണ് കാര്യം. ഇനി അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ പറയുന്നുണ്ട്. സ്പെഷ്യൽ ഫണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്പെൻസ് മീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, സ്പെഷ്യൽ ഫണ്ടിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻസ്, ഫണ്ടുകളൊക്കെ ബാലൻസ് എന്തായിരിക്കും? ഓക്കെ, സോ ഈ ഫണ്ടിൻ്റെ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ അത് കുറയുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഇപ്പോൾ നമുക്കൊരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ സ്പെഷ്യൽ ഫണ്ട് എന്നാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്നു അല്ലേ. സോ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചു ആ എക്സ്പെൻസിൻ്റെ എമൗണ്ട് നമ്മൾ സ്പെഷ്യൽ ഫണ്ട് എന്നാണ് എടുക്കുന്നതെങ്കിൽ സ്പെഷ്യൽ ഫണ്ടിൻ്റെ ബാലൻസ് ക്രെഡിറ്റ് ആണ്. അപ്പോൾ അത് കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും, കുറയുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും. സോ കുറയുമ്പോൾ നമ്മളത് ഡെബിറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇവിടെ നോക്കൂ, ദ ബാലൻസ് ഓഫ് ദി ഫണ്ട് ഇസ് ഷോൺ ആസ് എ ലൈബിലിറ്റി. ഓക്കെ, ആ ഒരു എമൗണ്ട്, ഈ പറയുന്ന സ്പെഷ്യൽ ഫണ്ടിലെ എമൗണ്ട് ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ലൈബിലിറ്റി പോലെ കാണിക്കുക. അതുകൊണ്ടാണല്ലോ ക്രെഡിറ്റ് ബാലൻസ്. ഓക്കെ, ആ ബാലൻസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, സ്പെഷ്യൽ ഫണ്ടിൽ നിന്ന് എമൗണ്ട് കുറയാണ് അല്ലേ. സോ ഡെബിറ്റ് ചെയ്യുന്നു. ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ബാലൻസ് ആണല്ലോ. സോ അത് കൂടുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു ടു ക്യാപിറ്റൽ ഫണ്ട്. ഓക്കെ, ചില സമയത്ത് നമ്മൾ ആ ഒരു സ്പെഷ്യൽ ഫണ്ടിൽ നിന്ന് നമ്മൾ എമൗണ്ട് ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് എൻട്രി വരിക. നിങ്ങൾക്ക് അറിയാവുന്നതേ ഉള്ളൂ. നമുക്കിപ്പോൾ ഏത് ബാലൻസ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ജേർണൽ എൻട്രീസ് പറയാൻ പറ്റുന്ന അവസ്ഥയിലാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്തത്, ഇഫ് ദ സ്പെഷ്യൽ ഫണ്ട്, നമ്മൾ ഈ സ്പെഷ്യൽ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മളൊരു അസറ്റ് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകും. ആ ഒരു അസറ്റ് വാങ്ങിക്കാൻ കാശ് പോകണമല്ലോ. ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കാശ് പോകുന്ന പോലെ കാണിക്കുന്നു, ബാങ്കിൽ നിന്ന് എമൗണ്ട് കുറയുന്നു, അസറ്റ് കൂടാണല്ലോ. സോ അസറ്റ് കൂടുന്നതായിട്ട് കാണിക്കണം ആദ്യം. അസറ്റ് വാങ്ങിക്കുന്നതിലൂടെ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ജേർണൽ എൻട്രി ആണ്. ഓക്കെ, ഇനി സോ നമ്മൾ ആ സ്പെഷ്യൽ ഫണ്ട് യൂസ് ചെയ്തിട്ടാണ് അസറ്റ് വാങ്ങിക്കുന്നതെങ്കിൽ അസറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റ് കൂടുകയാണല്ലോ. ആ അസറ്റ് കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. നമ്മൾ എമൗണ്ട് അടിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കണം. എന്നിട്ട് ആ സ്പെഷ്യൽ ഫണ്ടിലുള്ള ബാക്കി എമൗണ്ട് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു പറഞ്ഞിട്ട് സ്പെഷ്യൽ ഫണ്ട് ക്ലോസ് ചെയ്യുന്ന ഒരു എൻട്രിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി നോക്കുമ്പോൾ ഡൊണേഷൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഡൊണേഷൻ റിസീവ്ഡ് ഫോർ എ പർട്ടിക്കുലർ പർപ്പസ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു സ്പെഷ്യൽ ഫണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഡൊണേഷൻ കിട്ടിയിട്ടുള്ളതെങ്കിൽ ഞാൻ നേരത്തെ ആദ്യം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ സ്പെഷ്യൽ ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. എക്സാമ്പിളായിട്ട് പറയുന്നു, ഡൊണേഷൻ റിസീവ്ഡ് ഫോർ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഡൊണേഷൻ കിട്ടിയിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടുള്ളതെങ്കിൽ നമ്മളത് ബിൽഡിംഗ് ഫണ്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അടുത്തത്, ഫോർ അതർ ഡൊണേഷൻസ് റിസീവ്ഡ് ദ ബൈ ലോസ് ഓർ റൂൾസ് ഓഫ് ദി കൺസേൺ ഷുഡ് ബി. ഇനി വേറെ മറ്റെന്തെങ്കിലും ഡൊണേഷൻസ് റിസീവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഓർഗനൈസേഷൻ്റെ പോളിസീസ് എങ്ങനെയാണോ അതനുസരിച്ച് വേണം നമ്മളത് ട്രീറ്റ് ചെയ്യാനായിട്ട്. ഇഫ് ദർ ഈസ് നോ സച്ച് റൂൾ, അത്തരം റൂളൊന്നുമില്ല, ഡൊണേഷൻസ് റിസീവ്ഡ് ഓഫ് നോൺ റിക്കറിംഗ് നേച്ചർ ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ ഫണ്ട്. ഇനി നമ്മളോട് പ്രത്യേക കാര്യത്തിനാണെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും കിട്ടുന്ന തരത്തിലുള്ള ഡൊണേഷനും അല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ക്യാപിറ്റൽ ഫണ്ടിൽ വേണം ക്രെഡിറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ റൂളൊന്നുമില്ല എന്ന് വിചാരിക്കുക, ആ ഒരു പ്രത്യേക പോളിസിയൊന്നും ഇല്ല. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും കിട്ടുന്ന പോലത്തെ തരത്തിലുള്ള ഡൊണേഷൻ അല്ല നമുക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ നമ്മളത് ക്യാപിറ്റൽ ഫണ്ടിൽ വേണം ക്രെഡിറ്റ് ചെയ്യാനായിട്ട്. ഫൈൻ, റെക്കറിംഗ് ഡൊണേഷൻസ് റിസീവ്ഡ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്ന തരത്തിലുള്ള ഡൊണേഷൻ ആണെങ്കിലോ അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനുള്ളിൽ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുക. ഇൻകാണല്ലോ അതുപോലെ കാണിക്കുക. അടുത്തത്, ഡൊണേഷൻ പെയ്ഡ് ബൈ ദ കൺസേൺ ഷുഡ് ബി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഇനി നമ്മുടെ കൺസേൺ ആണ്, നമ്മുടെ ഓർഗനൈസേഷൻ ആണ് മറ്റുള്ള ഏതെങ്കിലും ഇതിന് ഡൊണേഷൻ കൊടുക്കുന്നതെങ്കിൽ അതും നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ട് കാണിക്കുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സൈഡിൽ നമ്മൾ കാണിക്കാം. ഓക്കെ, ഇനി ലെഗസി റിസീവ്ഡ്, നേരത്തെ പറഞ്ഞ പോലത്തെ മരണശാസനദാനോ ആ സംഭവമില്ലേ അതാണ് കിട്ടുന്നതെങ്കിൽ ഇറ്റ് ഈസ് ടു ബി ഡയറക്ട്ലി ആഡഡ് വിത്ത് ക്യാപിറ്റൽ ഫണ്ട്. അതും നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തായിരുന്നു അല്ലേ, ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. കാരണം വെച്ചാൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു കാര്യമല്ല, വൺ ടൈം ആണ്. അപ്പം നമ്മളത് ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടെ കാണിക്കണം. ഇത് ടാക്സ് ഡിഡക്ട് ചെയ്തിട്ട് വേണം ഈ ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടെ നമ്മൾ ആഡ് ചെയ്യാനായിട്ട്. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഡൊണേഷൻ റിസീവ്ഡ് അക്കോർഡിംഗ് ടു ദ വിൽ മെയ്ഡ് ബൈ ഡിസീസ്ഡ് പേഴ്സൺ. ഇപ്പോൾ മരിച്ചുപോയ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ വില്ല് പ്രകാരം നമുക്ക് കിട്ടുന്ന, നമ്മുടെ ഓർഗനൈസേഷന് കിട്ടുന്ന ഒരു ഡൊണേഷനാണ് ഈ ലെഗസി റിസീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത്, എൻട്രൻസ് ഫീസ് ഓർ അഡ്മിഷൻ ഫീസ്. എന്ന് പറഞ്ഞാൽ ദ റൂൾസ് ഓർ ബൈ ലോസ് ഓഫ് ദി കൺസേൺ ഷുഡ് ബി ഫോളോഡ്. അതായത് ഓർഗനൈസേഷൻ്റെ പോളിസീസൊക്കെ ഫോളോ ചെയ്യണം. ഇഫ് ദർ ഈസ് നോ സച്ച് റൂൾ, ഈ എൻട്രൻസ് ഫീസിനും അഡ്മിഷൻ ഫീസിനും പ്രത്യേക പോളിസി ഇല്ല, റൂളൊന്നും ഇല്ലെങ്കിൽ അഡ്മിഷൻ അല്ലെങ്കിൽ എൻട്രൻസ് ഫീസ്, മെമ്പേഴ്സ് അടിക്കുന്ന ഇത്തരം ഫീസുകൾ നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടെ വേണം ആഡ് ചെയ്യാനായിട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇഫ് സച്ച് ഫീസ് ആർ ഓഫ് സ്മോൾ എമൗണ്ട്സ്, ചെറിയ എമൗണ്ടുകളാണെന്ന് വിചാരിക്കുക, അത് നമ്മുടെ എക്സ്പെൻസുകളൊക്കെ കവർ ചെയ്യാൻ തരത്തിലുള്ള ചെറിയ എമൗണ്ടുകളൊക്കെ ആണെങ്കിൽ ദ ഫീസ് മേ ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അത്രയും ഫീസുകൾ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ട് കാണിക്കും. അടുത്തത്,
സബ്സ്ക്രിപ്ഷൻസ് ആണ്. ആനുവൽ സബ്സ്ക്രിപ്ഷൻസ് ആർ ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഓൺ അക്രൂവൽ ബേസിസ്. നേരത്തെ പറഞ്ഞായിരുന്നു അക്രൂവൽ ബേസിസിലാണെങ്കിൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻസ് ആനുവലായി കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് റിപ്പീറ്റഡ് ആണല്ലോ, നമ്മളത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ നമ്മൾ റവന്യൂ റെസിപ്റ്റ്സ് ആയിട്ട് നമ്മൾ കാണിക്കുന്നു. ലൈഫ് മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ ഇസ് യൂഷ്വലി ക്രെഡിറ്റഡ് ടു എ സെപ്പറേറ്റ് അക്കൗണ്ട് ഷോൺ ആസ് ലൈബിലിറ്റി. നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് മെമ്പർഷിപ്പ് ആണെങ്കിൽ നമ്മളത് ഡെഫേർഡ് റവന്യൂ എന്ന രീതിയിൽ ലൈബിലിറ്റിയിലാണ് കാണിക്കുക. എന്നിട്ട് അത് നമ്മൾ ഓരോ വർഷം നമ്മളത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഡെബിറ്റ് എക്സ്പെൻഡിച്ചർ സൈഡിൽ നമ്മളത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ കാണിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരും, അപ്പോൾ അതിൻ്റെ ഡൗട്ട് നിങ്ങൾക്ക് തീരും. അപ്പോൾ ആനുവൽ സബ്സ്ക്രിപ്ഷൻ a portion out of that is credited to income and expenditure account and deducted from the liability. അപ്പോൾ ഈ ലൈഫ് മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ ഇല്ലേ, ഈ ലൈഫ് മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ നമ്മൾ പറയുന്ന ലൈബിലിറ്റിയിൽ നിന്ന് കുറച്ച് കാണിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ നമ്മൾ കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ബാലൻസ് എമൗണ്ട് ആയിരിക്കും നമ്മൾ കാണിക്കുക. പിന്നെ okay, balance is carried forward till the contribution by a member is fully exhausted. If any member dies beforehand, മുൻകൂട്ടി തന്നെ ഒരു മെമ്പർ മരിക്കുകയാണെങ്കിൽ ആ ബാലൻസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫ് മെമ്പർഷിപ്പ് ആ ബാലൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ അറിയേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഇട്ടിട്ട് നമ്മൾ ഇല്ലസ്ട്രേഷൻസ് ഡിസ്കസ് ചെയ്യും. സോ ഇതുവരെയുള്ള കാര്യങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് റോക്ക് യുവർ സ്റ്റഡീസ്.